ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. മധ്യവർഗം രാജാധിപത്യത്തിനെതിരെ ആദ്യം സമരം ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമാണ് ട്യൂട്ടർ രാജവംശം. ഇംഗ്ലണ്ടിൽ ട്യൂട്ടർ ഭരണത്തിന് തുടക്കം കുറിച്ചത് ഹെൻറി ഏഴാമൻ. ട്യൂട്ടർ രാജവംശത്തിന്റെ ഭരണകാലഘട്ടം 1485 മുതൽ 1603 വരെയാണ്. ട്യൂട്ടർ രാജവംശത്തിനു ശേഷം ഇംഗ്ലണ്ടിൽ ഭരണം നടത്തിയ രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശത്തിന്റെ ഭരണകാലഘട്ടം 1603 മുതൽ 1714 വരെയാണ്. 1714 മുതൽ ഹനോവേറിയൻ രാജവംശം അധികാരത്തിലേറി. സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും പ്രതിനിധികളും ആയിരുന്നു. അക്കാലത്തെ സ്റ്റുവർട്ട് രാജാക്കന്മാരിൽ പ്രധാനികളാണ് ജെയിംസ് ഒന്നാമനും ചാൾസ് ഒന്നാമനും. മതനവീകരണത്തിന്റെ ഭാഗമായി കത്തോലിക്ക സഭയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ സ്വതന്ത്രമായ ഒരു സഭ രൂപീകരിക്കാൻ നടപടി സ്വീകരിച്ച വ്യക്തിയാണ് ഹെൻറി എട്ടാമൻ. കത്തോലിക്ക സഭയുടെ സിദ്ധാന്തങ്ങളെ എതിർത്തുകൊണ്ട് എഡ്വേർഡ് ആറാമന്റെ കാലത്ത് രൂപം കൊണ്ട സഭയാണ് പ്രൊട്ടസ്റ്റന്റ് സഭ. ഹെൻറി എട്ടാമന്റെ പുത്രനാണ് എഡ്വേർഡ് ആറാമൻ. ഒരു പ്രത്യേക പ്രാർത്ഥനാ പുസ്തകം തയ്യാറാക്കുകയും അത് ആരാധനയ്ക്കായി എല്ലാ ദേവാലയങ്ങളിലും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ഈ സഭ നിർദ്ദേശിച്ചു. എലിസബത്ത് രാജ്ഞി അധികാരമേറ്റപ്പോൾ ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എല്ലാവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ സ്ഥാപിച്ച സഭയാണ് ആംഗ്ലിക്കൻ സഭ. ഇത് ഇംഗ്ലണ്ടിന്റെ ഔദ്യോഗിക മതമായി. ആംഗ്ലിക്കൻ സഭയിൽ അംഗമല്ലാത്തവർക്ക് ഇംഗ്ലണ്ടിൽ കിരീട അവകാശം ലഭിക്കുകയില്ല. പ്രൊട്ടസ്റ്റന്റ് പരിഷ്കർത്താവായ ജോൺ കാൽവിന്റെ ഇംഗ്ലണ്ടിലെ അനുയായികൾ അറിയപ്പെടുന്ന പേരാണ് പ്യൂരിട്ടന്മാർ. പുരോഹിതന്മാരെയും മത അധ്യക്ഷനെയും വിശ്വാസികൾ തന്നെ തിരഞ്ഞെടുക്കണം എന്നതാണ് പ്യൂരിട്ടർ സഭ പറയുന്നത്. എലിസബത്ത് രാജ്ഞിക്കു ശേഷം ശക്തിയാർജിച്ച പ്യൂരിട്ടന്മാർ 1640-നും 1650-നും ഇടയിലുള്ള കാലം ബ്രിട്ടീഷ് പാർലമെന്റിനുമേൽ ശക്തമായ സ്വാധീനം ചെലുത്തി. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധികാരങ്ങളെ നിയന്ത്രിക്കുന്ന പെറ്റീഷൻ ഓഫ് റൈറ്റ് എന്ന പ്രമാണത്തിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമൻ പെറ്റീഷൻ ഓഫ് റൈറ്റിൽ ഒപ്പുവെച്ചത് 1628. എന്നാൽ പിന്നീട് അദ്ദേഹം അത് ലംഘിക്കുകയും പാർലമെന്റ് പിരിച്ചുവിട്ട് 11 വർഷം സ്വേച്ഛാധികാരിയായി ഇംഗ്ലണ്ടിൽ ഭരണം നടത്തുകയും ചെയ്തു. എന്നാൽ സ്കോട്ട്ലൻഡുമായുള്ള യുദ്ധം മൂലം ചാൾസ് ഒന്നാമന് പണത്തിന്റെ ആവശ്യം നേരിടുകയും പുതിയ നികുതി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനായി അദ്ദേഹം 1640 പാർലമെന്റ് വിളിച്ചു ചേർക്കുകയും ചെയ്തു. രാജാവിന്റെ ആധിപത്യത്തിനെതിരായി അനേകം നിയമങ്ങൾ നിർമ്മിച്ച ഈ പാർലമെന്റ് 1660 വരെ തുടർന്നു. ഇതാണ് നീണ്ട പാർലമെന്റ് അഥവാ ലോങ് പാർലമെന്റ്. ട്രിനിയൽ ആക്ട് 1641 ലോങ് പാർലമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലക്രമത്തിൽ പാർലമെന്റും രാജാവും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാവുകയും അത് ഇംഗ്ലണ്ടിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ സമരത്തിൽ രാജാവിന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റ് വിഭാഗം വിജയം നേടി. ഇതേ തുടർന്ന് അധികാരത്തിൽ വന്നതാണ് ഒലിവർ ക്രോംവെൽ. തന്നെ എതിർത്ത മെമ്പർമാരെ ഒലിവർ ക്രോംവെൽ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമാണ് പിന്നീട് പാർലമെന്റിൽ ഉണ്ടായത്. ഈ പാർലമെന്റ് അറിയപ്പെടുന്നതാണ് റംബ് പാർലമെന്റ് അഥവാ അവശിഷ്ട പാർലമെന്റ്. ചാൾസ് ഒന്നാമനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതും റംബ് പാർലമെന്റ് ആയിരുന്നു. ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അറിയപ്പെടുന്നതാണ് കോമൺവെൽത്ത് കാലഘട്ടം. കോമൺവെൽത്ത് കാലഘട്ടം 1649 മുതൽ 1658 വരെയാണ്. പാർലമെന്റിന് മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് ക്രോംവെൽ ഭരണം നടത്തിയത്. ഒലിവർ ക്രോംവെൽ അറിയപ്പെട്ട മറ്റൊരു പേരാണ് ലോർഡ് പ്രൊട്ടക്ടർ. ഒലിവർ ക്രോംവെല്ലിനു ശേഷം അധികാരമേറ്റതാണ് ചാൾസ് രണ്ടാമൻ. ചാൾസ് രണ്ടാമന്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കപ്പെട്ടു. ചാൾസ് രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട രാഷ്ട്രീയ കക്ഷികളാണ് വിഗ് ആൻഡ് ടോറി. ചാൾസ് രണ്ടാമനെ തുടർന്ന് അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമൻ.
ജെയിംസ് രണ്ടാമൻ കൈക്കൊണ്ട സ്വേച്ഛാപരമായ നടപടികൾ രാജാവും പാർലമെന്റുമായി വീണ്ടും തർക്കങ്ങൾക്കിടയായി. ഇതേ തുടർന്ന് ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് അഭയം തേടിയത് 1688 തുടർന്ന് ജെയിംസ് രണ്ടാമന്റെ മകളായ മേരി രണ്ടാമനെയും ഭർത്താവ് ഓറഞ്ചിലെ വില്യം മൂന്നാമനെയും ഇംഗ്ലണ്ടിലെ ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിച്ച് പാർലമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള രാജവാഴ്ചയ്ക്ക് ഇത് തുടക്കം കുറിച്ചു. ഈ അധികാര കൈമാറ്റം അറിയപ്പെടുന്നതാണ് മഹത്തായ വിപ്ലവം അഥവാ രക്തരഹിത വിപ്ലവം. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹംഡൻ ആണ്. ഇതോടെ ഇംഗ്ലണ്ടിൽ ഫ്യൂഡൽ വ്യവസ്ഥ ദുർബലമാവുകയും രാജാധികാരം പാർലമെന്റിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. രാജഭരണത്തിനുമേൽ പാർലമെന്റിന്റെ നിയന്ത്രണം നടപ്പിലാക്കിയത് പുതുതായി നിർമ്മിച്ച നിയമങ്ങളുടെ ഒരു പരമ്പരയിലൂടെയായിരുന്നു. ഇതിൽ സുപ്രധാനമായത് 1689 അവകാശ നിയമം അഥവാ ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. തുടർന്ന് ഇംഗ്ലണ്ടിൽ മതസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ അനുവദിക്കപ്പെട്ടു. എന്നാൽ ആംഗ്ലിക്കൻ മതവിശ്വാസികൾക്ക് മാത്രമേ കിരീടാവകാശിയാകാൻ കഴിയുമായിരുന്നുള്ളൂ. ഈ നടപടികൾ കൊണ്ട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യ ഭരണക്രമം നടപ്പിലായെങ്കിലും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും പാർലമെന്റിന് പരമാധികാരവും ലഭിച്ചു. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ രാജഭരണം നിലനിൽക്കുന്നുവെങ്കിലും രാജാവ് ഭരിക്കുന്നില്ല എന്ന് പറയുന്നത്.